ഏറ്റുവാങ്ങുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ അഭിജിത്ത് സന്തോഷെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും സൂപ്പർ താരം തന്നെയാണ്. കാരണം നേപ്പാളിൽ നടന്ന സൗത്ത് ഏഷ്യൻ ഗോൾ ഷോട്ട് ബോൾ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനവും സ്വർണ്ണ മെഡലും കരസ്ഥമാക്കിയിരിക്കുകയാണ്. ക്ലാസ്സിലെ പഠനത്തിൽ അങ്ങനെ വലിയ മുന്നോക്കമൊന്നുമില്ല, എന്നാലും വട്ടിയും മുട്ടയൊക്കെ അസരണം പൊക്കോളൂ, വേറെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ അവനാൾ മിടുക്കനായി നമ്മുടെ ഇന്റർനാഷണൽ അതിനപ്പുറത്തേക്ക് പോയി സൗത്ത് ഏഷ്യയുടെ ആ ഒരു ഇതിൽ തന്നെ ലെവലിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ അഭിജിത്ത് സന്തോഷിനെ വളരെ സന്തോഷപൂർവ്വം ഈ പൂർവ്വ വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യോഗവും പരിപാടികളും വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുജനങ്ങള്, ഈ സ്കൂളിലെ മുൻ അധ്യാപകര്, മുൻ HMs, മാനേജ്മെന്റ് പ്രതിനിധികള്, മുൻ മാനേജർമാര്, PTA ഭാരവാഹികള്, MPTA ഭാരവാഹികള്, അതുപോലെ ഈ പരിപാടികൾ ഗംഭീരമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് സഹോദരങ്ങൾ, ഗ്ലോബൽ പ്ലേയേഴ്സ്, സോമിച്ച് ഗാന്ധമായ പരിശ്രമങ്ങൾക്കൊപ്പം പൂർണ്ണമായ പങ്കാളിത്തം തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പേരൻസും കൃത്യമായ മാർഗനിർദ്ദേശം തരുന്ന നമ്മുടെ മാനേജ്മെൻറ്റുമാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ വിജയത്തിൻ്റെ ആണിക്കുന്നത്. ശരിയോടുകൂടി കാണണം. ഇനി റിപ്പോർട്ട് തയ്യാറാക്കാൻ സഹായിച്ച 2 കുട്ടികൾ എൻ്റെ വിദ്യാർത്ഥികളായ ഇവിടുത്തെ ഗസ്റ്റ് ടീച്ചറായ ചിഞ്ചു ടീച്ചറും അതുപോലെ അമ്മലുമാണ്. അവർക്കൊക്കെയും നന്ദി അർപ്പിക്കുന്നു. ഏവരും ഈ റിപ്പോർട്ട് സ്വീകരിച്ച് ഇത് വിജയിപ്പിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രവേശനോത്സവത്തോടെ ആരംഭിച്ചു. നവാർഡിലെ കുരുന്നുകളെ തലപ്പാമണിയിച്ചും താലപ്പൊലിയും നൃത്തച്ചുവടുകളുടെ അകമ്പടിയുമായി സ്കൂൾ അങ്കണത്തിലേക്ക് ആനയിച്ചു. സ്കൂൾ മാനേജർ ശ്രീ വിശ്വനാഥൻ സാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കോടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജോയ് ജോസ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി അനു ഷിജു, ഡെപ്യൂട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KM വിനോദ്, വാർഡ് മെമ്പർ ശ്രീമതി ആൻസി അഗസ്റ്റിൻ, PTA പ്രസിഡന്റ് ശ്രീ ഫിറോസ് ഖാൻ, MPK പ്രസിഡന്റ് ശ്രീമതി സുമി അനീഷ്, മുൻ HM ശ്രീമതി സുജ ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. യോഗത്തിന് സ്വാഗതം HM മധു സാറും കൃതജ്ഞത മനോജ് സാറും പറഞ്ഞു. PTA ഈ വർഷത്തെ വാർഷിക പൊതുയോഗം ജൂലൈ 8 ചേർന്ന് ഭരണസമിതി തെരഞ്ഞെടുത്തു. ശ്രീ സുജിത് S പ്രസിഡന്റായും ശ്രീ അനുവ NH വൈസ് പ്രസിഡന്റായും ശ്രീമതി സുജിത അനൂപ MPK പ്രസിഡന്റായുമുള്ള 15 ഭരണസമിതിയാണ് ഈ വർഷത്തെ PTA പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. യോഗത്തിൽ കഴിഞ്ഞ SLSC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും USS വിജയികളായ കുട്ടികളെയും അനുമോദിക്കുകയുണ്ടായി. നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും നൽകുന്ന എല്ലാ PTA ഭാരവാഹികളോടും മറ്റ് രക്ഷിതാക്കളോടും ഉള്ള സ്കൂളിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ ഓർമ്മയ്ക്കായി 1947 സ്ഥാപിതമായതാണ് നമ്മുടെ സ്കൂൾ. നീലകണ്ഠ പിള്ളയായിരുന്നു സ്ഥാപക മാനേജർ. 1990 മുതൽ ഈ സ്കൂൾ 1738 നമ്പർ SNDP ശാഖ ഏറ്റെടുക്കുകയും ശാഖാ പ്രസിഡന്റ് മാനേജറായി ഭരണസമിതി തുടർന്നു വരികയും ചെയ്യുന്നു. ശ്രീ CN വിശ്വനാഥൻ സാറിന്റെ നേതൃത്വത്തിൽ ഉള്ള ഭരണസമിതിയാണ് കഴിഞ്ഞ 3 വർഷക്കാലമായി സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ക്ലാസ് മുറികളോട് കൂടിയ പുതിയ ബിൽഡിംഗ് ബ്ലോക്ക്, 7 ഡിജിറ്റൽ പാലം, കുട്ടികളുടെ സുരക്ഷയെ കരുതി ക്യാമറകൾ എന്നിവ ഈ വർഷം കുട്ടികൾക്കായി മാനേജ്മെന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ റോബോട്ടിക് ടീച്ചറിന്റെ അവതരണവും ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഈ വർഷം 1ാം ക്ലാസ്സിലേക്ക് പുതുതായി 36 കുട്ടികളും മറ്റു വിവിധ ക്ലാസ്സുകളിലേക്ക് 35ഓളം കുട്ടികളും പ്രവേശനം നേടി. 14 ഡിവിഷനുകളിലായി 300 പരം കുട്ടികളും 19 അധ്യാപകരും ഒരു OAയും അടക്കം 20 പേർ ഈ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിക്കുന്നു. വരും വർഷങ്ങളിൽ കൂടുതൽ മികവോടെ ഒത്തൊരുമയോടെ നമ്മുടെ വിദ്യാലയത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വിജയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് എല്ലാവർക്കുമുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിനും ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനുമായി നമ്മുടെ ആദരണീയനായ പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തങ്കൽ അവരുടെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു.
ഞാൻ ഈ ഒളയനാട് ഗാന്ധി മെമ്മോറിയൽ സ്കൂളിൻ്റെ 78ാമത് വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ ഗവൺമെൻറ്, എയ്ഡഡ്, അൺഎയ്ഡഡ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി ഏതാണ്ട് 120ഓളം സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരേ ഒരു സ്കൂളേ ഉള്ളൂ. ആ സ്കൂള് ഈ ഒളയനാട് ഗാന്ധി മെമ്മോറിയൽ സ്കൂളാണ്. അതൊരു വലിയ അഭിമാനത്തിൻ്റെ നിമിഷമാണ്. കാരണം ആധുനിക ഭാരതത്തിൽ ഏറ്റവും സംഭവിച്ചനായ വ്യക്തിത്വം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന വലിയ പ്രക്ഷോഭത്തിന്, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നയിച്ച നമ്മുടെ രാഷ്ട്രശില്പിയായ രാഷ്ട്രപിതാവായ മഹാത്മജിയാണ്. ആ പേരിലുള്ളൊരു സ്കൂള്. തീർച്ചയായിട്ടും ആ സ്കൂള്, ആ ഒരു ഔന്നത്യം, ആ ഒരു മികവ്, ആ ഒരു നിലവാരം പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ആകെ പ്രകടിതമാക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാം ബോധ്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഈ കഴിഞ്ഞ അധ്യയന വർഷത്തെ ആ വാർഷിക റിപ്പോർട്ട് എന്നെടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ പ്രഥമാധ്യാപകൻ ഉൾപ്പെടെയുള്ള അധ്യാപകരെയും അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ മാനേജ്മെന്റിനെയും ഈ സ്കൂളിൻ്റെ PTA-യെയും എല്ലാം ഈ നാടിൻ്റെ MLA എന്നുള്ള നിലയിൽ പ്രത്യേകമായി അഭിനന്ദിക്കാനും എല്ലാ ആശംസകളും ഭാവുകങ്ങളും അറിയിക്കാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ സമഗ്രമായ പുരോഗതി, സർവ്വതോന്മുഖമായ വളർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് എത്രയോ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് ഈ സ്കൂളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും അതിശയത്തോടെ നോക്കിക്കണ്ടിട്ടുണ്ട്. കാരണം വളരെ പരിമിതികളുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ നാട്. ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രളയം തകർത്ത ഒരു നാടാണ് നമ്മുടേത്. അതിലുപരി ഈ പ്രദേശത്തൊക്കെയുള്ള ആളുകൾ വളരെ സാധാരണക്കാരായ കൃഷിക്കാരും തൊഴിലാളികളും വളരെ പാവപ്പെട്ട ആളുകളും അങ്ങനെ സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പല പ്രകാരത്തിലും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണ് ഇവിടെ. നഗരങ്ങളിലൊക്കെയുള്ള സ്കൂളുകൾ അല്ലെങ്കിൽ മികച്ച സ്കൂളുകൾ എന്നുള്ള നിലയിൽ നമ്മൾ കണക്കാക്കുന്ന സ്കൂളുകളിൽ മികച്ച വിജയമുണ്ടാവുകയും ആ സ്കൂളിലെ കുട്ടികൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരെ അഭിനന്ദിക്കാറുണ്ട്, പ്രോത്സാഹിപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും അഭിനന്ദിക്കണം, പ്രോത്സാഹിപ്പിക്കണം, ഒരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. പക്ഷേ അവിടെ വരുന്നത് വരേണ്യ വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളാണ്, ഉദ്യോഗസ്ഥരായ ആളുകളുടെ മക്കളാണ്, വലിയ ബൗദ്ധിക നിലവാരമുള്ള മാതാപിതാക്കളുടെ മക്കളാണ്. അപ്പൊ സ്വാഭാവികമായും മികവ് പ്രകടിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായ കുട്ടികൾ മികവ് പ്രകടിപ്പിക്കുന്നതും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് പാവപ്പെട്ട ആളുകളുടെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ കുറവുള്ള മാതാപിതാക്കളുടെ ഒക്കെ വീട്ടിൽ നിന്നും വരുന്ന കുഞ്ഞുങ്ങൾ മികവ് പ്രകടിപ്പിക്കുമ്പോൾ ആ മികവിന് കുറച്ച് തിളക്കം കൂടും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ആ തിളക്കം കൂടുതൽ ഈ ഒളയനാട് സ്കൂളിൽ എല്ലാ തരത്തിലും കുട്ടികളുടെ ഭാവിയുമായി, മികച്ച അധ്യയനവുമായി ബന്ധപ്പെട്ട്, പാഠ്യേതര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കാൻ ഈ സ്കൂളിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു എന്ന് പറയാൻ കാരണം എന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ MLA ആയ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ നിന്ന് ഒരു പാചകപ്പുര വേണമെന്നുള്ള ആവശ്യം സ്കൂൾ മാനേജ്മെന്റും ബഹുമാനപ്പെട്ട ധർമ്മകീർത്തി സാർ അടക്കമുള്ള അധ്യാപകരും PTA എല്ലാം ചേർന്ന് ഉന്നയിച്ചപ്പോൾ അതിനു വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ അനുവദിക്കുകയും അതിവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയുമാണ്. ഒപ്പം ഈ സ്കൂളിന്റെ പ്രവർത്തനത്തെ ശ്ലാഘിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രത്യേക കാഴ്ചപ്പാടോട് കൂടിയാണ് ഞാനത് പറയുക. കാരണം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് നമ്മൾ ഒരു സങ്കല്പം എടുക്കുമ്പോൾ അതിനകത്ത് യൂണിവേഴ്സിറ്റികളുണ്ട്, ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്, ഓട്ടോണമസ് കോളേജുകളുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്, അങ്ങനെ ഏറ്റവും ഔന്നത്യമാർന്ന തലങ്ങളുണ്ട്. പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടത് എവിടെയാണ്? അത് സ്കൂൾ തലത്തിലാണ്. അതിൽ തന്നെ എവിടെയാണ്? LP UP തലങ്ങളിലാണ്. ഞാനത് പറയാൻ
കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ കുട്ടികളും എത്തുന്നത് എവിടെയാ? സ്കൂളിലാണ്. +2 ആകുമ്പോഴേക്കും SSLC കൊണ്ട് പഠിത്തം നിർത്തുന്ന കുറെ ആളുകളുണ്ട്. +2 കഴിഞ്ഞ് ഡിഗ്രി ആകുമ്പോഴേക്കും +2 കഴിഞ്ഞ് നിർത്തുന്ന കുറെ ആളുകളുണ്ട്. ഡിഗ്രിയും കഴിഞ്ഞ് ഗവേഷണവും ഉന്നത വിദ്യാഭ്യാസവും പ്രൊഫഷണൽ വിദ്യാഭ്യാസവും ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്കൊക്കെ പോകുന്നത് ആകെ വരുന്ന വിദ്യാർത്ഥികളുടെ 15-20% ഏതാണ്ട് ഒരു 75-80% കുട്ടികളും എലിമിനേറ്റ് ചെയ്യപ്പെട്ടു പോവുകയാണ്. ഏതാണ്ട് +2 കൊണ്ട് അല്ലെങ്കിൽ അങ്ങേയറ്റം ഡിഗ്രി കോഴ്സ് കൊണ്ട് 15-20% മാത്രമാണ് മുകളിലേക്ക് എത്തുക. അപ്പൊ മുഴുവൻ കുട്ടികളിലേക്കും വിദ്യാഭ്യാസത്തിന്റെ ഗുണഗണങ്ങൾ പ്രയോജനങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിയുന്നത് എവിടെയാണ്? സ്കൂൾ തലത്തിലാണ്. കുട്ടികളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് എവിടെയാണ്? അവരുടെ കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളും പെരുമാറ്റ ശൈലികളും സംസാര ശൈലികളും അവരെ യഥാർത്ഥ വ്യക്തിത്വവും യഥാർത്ഥ പൗരന്മാരുമാക്കി മാറ്റി തീർക്കുന്നത് എവിടെയാണ്? അത് സ്കൂളുകളിലാണ്. താഴെത്തട്ടിലുള്ള LP UP ക്ലാസ്സുകളിലാണ്. നമ്മൾ പറയാറില്ലേ, അടയ്ക്കാണ് നമുക്ക് മടിയിൽ വെക്കാം, കവുങ്ങാണെങ്കിൽ കഴിയില്ല. അപ്പൊ അടയ്ക്ക പരുവത്തിലാകുമ്പോഴാണ് അവരെ നമുക്ക് ഏറ്റവും നല്ല നിലയിൽ രൂപീകരിച്ചെടുക്കാൻ കഴിയുക, പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയുക, അവർക്ക് ജീവിതത്തെ സംബന്ധിച്ച് കാഴ്ചപ്പാടുകൾ പകർന്നു നൽകാൻ കഴിയുക. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണ്. അപ്പൊ കുഞ്ഞുങ്ങളായിരിക്കുമ്പോ അവർക്ക് നമുക്ക് സന്മാർഗ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കണം. സമൂഹത്തോടും രാജ്യത്തോടും പ്രതിബദ്ധതയും കൂറുമുള്ളവരായി അവരെ വളർത്തിയെടുക്കണം. മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കാൻ അവരെ പഠിപ്പിക്കണം. ജീവിതം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. കൃഷിയുടെയും ജീവിതത്തിലെ തൊഴിലിന്റെയും മഹത്വത്തെ കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. സർവോപരി മൂല്യബോധമുള്ളവരായി സത്യസന്ധതയും നീതിബോധവും സഹാനുഭൂതിയും മറ്റുള്ളവരോട് പരിഗണനയും കരുതലും ഒക്കെയുള്ള നല്ല മനുഷ്യരായി വിദ്യാഭ്യാസത്തിലൂടെ അറിവ് പകർന്നു കൊടുക്കുക, വിദ്യാസമ്പന്നരാക്കുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം. നല്ല മനുഷ്യരാക്കണം. മറ്റൊന്ന്, ഇവരിലെല്ലാം നാനാ കഴിവുകളുണ്ട്. നമ്മളിപ്പോ ഇവിടെ റിപ്പോർട്ടിൽ കണ്ടു, സ്കോളർഷിപ്പ് മേടിച്ചവരെ കണ്ടു, സ്കൂൾ യുവജനോത്സവങ്ങളിലും കായിക മേളകളിലും ഒക്കെ സമ്മാനങ്ങൾ നേടുന്നവരെ കണ്ടു. എന്തിന്? ഇവിടെ നമ്മളൊരു അഭിജിത്ത് സന്തോഷിനെ ആദരിക്കുന്നുണ്ട്. ആ അഭിജിത്തിന്റെ നേട്ടം എന്താ? സാഫ്കയും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോൺഫറൻസ് എന്ന സാർക്ക് എന്ന സംഘടന ഇന്ത്യയും പാകിസ്ഥാനും നേപ്പാളും ഭൂട്ടാനും ബംഗ്ലാദേശും ശ്രീലങ്കയും എല്ലാം അടങ്ങിയ 7 രാജ്യങ്ങൾ അടങ്ങുന്ന ഈ ഭൂപ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും പ്രതിനിധികൾ മാറ്റുരയ്ക്കുന്ന ഒരു മത്സരത്തിലാണ് ഗോൾ ഷോട്ട് വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത്. അപ്പൊ ആ കുട്ടി എവിടുന്ന? ഈ കലാലയത്തിന്റെ പ്രതിനിധിയാണ്. അപ്പൊ ആ കായികപരമായ അഭിനിവേശം, കഴിവ് ഒക്കെ ഇവിടെ വെച്ചാണ് പരിശീലിപ്പിച്ചത്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ പഠിക്കുന്നതോടൊപ്പം പാടാൻ അറിയാവുന്നവരുണ്ട്, ആടാൻ അറിയാവുന്നവരുണ്ട്, പിന്നെ ചാടാനും ഓടാനും അറിയാവുന്നവരുണ്ട്. അവരിൽ ബുദ്ധിശക്തി മാത്രമല്ല, സംഘാടക മികവ്, നേതൃശേഷി, കണ്ടുപിടിക്കാനുള്ള വാസന, സർഗാത്മകമായ കഴിവുകൾ, കലാപരം, കായികപരം, പ്രതിഭാപരം, എത്രയോ നാനാവിധമായ കഴിവുകളുണ്ട്. ആ കഴിവുകളൊക്കെ ഉദ്ദീപിപ്പിക്കേണ്ടത്, പ്രോത്സാഹിപ്പിക്കേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്, ആ വാസനകൾ തുടച്ചു മിനുക്കി മികവിന്റെ വഴിയിലേക്ക് അവരെ നയിക്കേണ്ടത് എവിടെയാണ്? അത് ഡിഗ്രി ക്ലാസ്സിലല്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ്സിലുമല്ല, PhDക്ക് ഗവേഷണം നടത്തുമ്പോഴല്ല, IAS പഠിക്കുമ്പോഴുമല്ല, എഞ്ചിനീയർ ആകാനും ഡോക്ടർ ആകാനും പഠിക്കുമ്പോഴല്ല. പിന്നെ എവിടെയാണ്? 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലുമാണ്. അപ്പൊ മനുഷ്യന്റെ കഴിവുകൾ, അന്തർലീനമായ നാനാവിധമായ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കേണ്ടത് എവിടെയാണ്? പ്രാഥമിക ഘട്ടങ്ങളിൽ. മുഴുവൻ ആളുകളും വരുന്നതും മുഴുവൻ ആളുകളെയും നല്ല മനുഷ്യരാക്കാൻ സഹായിക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയ നടപ്പിലാക്കുന്നത് എവിടെയാണ്? താഴെത്തട്ടിലാണ്. ഇനി ഒരു വ്യത്യാസം കൂടി പറഞ്ഞ് ഞാൻ ആ കാര്യം അവസാനിപ്പിക്കാം. എല്ലാ വിഷയവും പഠിക്കുന്നത് എവിടെയാണ്? കണക്കും സയൻസും ചരിത്രവും ഭൂമിശാസ്ത്രവും സയൻസിന്റെ നാനാവിധമായ വ്യത്യസ്തങ്ങളും കമ്പ്യൂട്ടറും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇതെല്ലാം പഠിക്കുന്നത് എവിടെയാ? താഴെത്തട്ടിൽ. ഡിഗ്രിക്ക് ഹിസ്റ്ററി പഠിക്കുന്നവൻ ചരിത്രം മാത്രമേ പഠിക്കുന്നുള്ളൂ, മാത്സ് പഠിക്കുന്നവൻ കണക്ക് മാത്രമേ പഠിക്കുന്നുള്ളൂ, കെമിസ്ട്രി പഠിക്കുന്നവൻ രസതന്ത്രം മാത്രമേ പഠിക്കുന്നുള്ളൂ, ഡോക്ടറാകാൻ പഠിക്കുന്നവൻ അത് മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായും ഒരു മനുഷ്യന് എല്ലാ വിഷയത്തെക്കുറിച്ചും ഒരു അവഗാഹം ഉണ്ടാവണം, പ്രാഥമികമായ ധാരണകൾ ഉണ്ടാകണം, പരിജ്ഞാനം ഉണ്ടാവണം. അതുണ്ടാവാനുള്ള ആശയപരമായ അടിത്തറ അത് എവിടെയാണ് കിട്ടുന്നത്? താഴെ ക്ലാസ്സുകളിലാണ്. സ്വന്തം സഹോദരനെയും സ്വന്തം കുടുംബത്തെയും സ്വന്തം സമൂഹത്തെയും തിരിച്ചറിയാൻ
നാടിന്റെ ബഹുസ്വരത ഉൾക്കൊള്ളാൻ, ജനാധിപത്യ ബോധത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ മനസ്സിൽ രൂഢമൂലമാവാൻ ഇതെല്ലാം പറ്റുന്നത് നമ്മുടെ കൊച്ചു ക്ലാസ്സുകളിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികം പങ്കും പ്രാധാന്യവും പരിഗണനയും കൊടുക്കേണ്ടത് സ്കൂളുകൾക്കാണ്. അവിടെയാണ് ഓരോരുത്തരെയും നല്ല മനുഷ്യരാക്കുന്നത്. വിദ്യാഭ്യാസ പ്രക്രിയയുടെ ആത്യന്തികമായ ലക്ഷ്യം ഓരോ വ്യക്തിയെയും ഏറ്റവും മികച്ചവളാക്കി മാറ്റുക എന്നുള്ളതാണ്. ആ മാറ്റൽ പ്രക്രിയയ്ക്ക് നല്ല അടിത്തറ വേണം. നമ്മളൊരു വീട് വെക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അടിത്തറ ബലവത്താണോ എന്നുള്ളതാണ്. അതിന്റെ ഇന്റീരിയറും അതിന്റെ പെയിന്റിങ്ങിന്റെ ഭംഗിയും ഒക്കെ നൈമിഷികമാണ്. മറിച്ച് അതിന്റെ അടിത്തറ ബലവത്തല്ലെങ്കിൽ ഒരു കാറ്റോ മഴയോ ശക്തമായ ഭൂകമ്പമോ വന്നാൽ ഇതെല്ലാം കൂടെ തകർന്നടിയും. അപ്പൊ ആ അടിത്തറ ബലപ്പെടുത്തേണ്ടത് ഏത് കാര്യത്തിലും അത്യന്താപേക്ഷിതവും ആവശ്യമാണ്. ആ നിലയിലുള്ള കാഴ്ചപ്പാടിൽ വീക്ഷിക്കുമ്പോൾ വിദ്യാഭ്യാസ പ്രക്രിയയിലും അത് ആവശ്യമാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും അനുഗുണമായ നല്ല പ്രവർത്തനങ്ങൾ ഒളയനാട് സ്കൂളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അഭിനന്ദനത്തിന്റെ മനസ്സോടെ, ആശംസയുടെ മനസ്സോടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം നമ്മുടെ നാടിന്റെ പൊതുവായ പുരോഗതിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ഈ ചുരുങ്ങിയ കാലയളവിലുള്ള നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വാഗമണിലേക്ക് ഒരു പുതിയ റോഡ് വരുന്നത് ഈ നാടിന്റെ വലിയ വികസനത്തിനുള്ള വഴി വെട്ടുകയാണ് എന്നുള്ളത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ടൂറിസം ഭൂപടത്തിൽ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എടുത്താൽ അതിലൊന്ന് വാഗമണ്ണാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ അതിന്റെ യഥാർത്ഥ പ്രയോജനവും ഗുണവും പ്രത്യേകിച്ച് സാധ്യതകൾ നാളിതുവരെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ ടൂറിസത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ചാൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ എത്തുന്നതിന്റെ 10 ഇരട്ടി ടൂറിസ്റ്റുകൾ അവിടേക്ക് എത്തും. അങ്ങനെ വന്നാലോ നമ്മുടെ നാട് മുഴുവനായും വലിയ അളവിൽ വികസിക്കും. ആ വികസനത്തിനുള്ള വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ എരുമേലിയിൽ എയർപോർട്ട് കൂടി വന്നാൽ അത് 10 മടങ്ങ് വലുതാകും. മറ്റൊന്ന്, പ്രളയവുമായി തകർന്ന ഒരു നാടായിരുന്നു 2021 ഒക്ടോബർ 16. നമ്മളെല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്ന കറുത്ത ദിനം. നമ്മുടെ 14ഓളം സഹോദരങ്ങൾ ഇഹലോകവാസം വെടിയാനിടയായ ആ മഹാദുരന്തം കുട്ടികൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചരിത്രത്തിലെ ആ കറുത്ത ദിനം. ആ കറുത്ത ദിനത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടതിൽ മനുഷ്യജീവൻ ഒഴികെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും വലിയ മികവോടെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. എളക്കാട്ട് പാലം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. മുക്കളം പാലം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. റോഡെല്ലാം വികസിപ്പിക്കാൻ കഴിഞ്ഞു. നമ്മൾ കൈപ്പള്ളി റോഡിന്റെ വിഷയമുണ്ട്, ഞാൻ മറന്നുകൊണ്ടല്ല പറയുന്നത്. അത് ഏറ്റവും പെട്ടെന്ന് തന്നെ പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനോടകം തന്നെ ഏതാണ്ട് 98%, 99% കാര്യങ്ങളും പരിഹരിക്കാൻ കഴിയും. നമ്മളെല്ലാവരും ഒരു കൈയായി നിന്നതുകൊണ്ടാണ്, ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചതുകൊണ്ടാണ്. പഞ്ചായത്ത് മെമ്പർമാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളൊക്കെ ഈ വേദിയിലുണ്ട്. നമുക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിന്റെ നന്മയ്ക്കും വികസനത്തിനും മനുഷ്യന്റെ ക്ഷേമത്തിനും നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നുള്ള വലിയ സാമൂഹിക നന്മയിൽ അധിഷ്ഠിതമായ സന്ദേശവും ഉയരേണ്ട ഇടങ്ങൾ, വേദികൾ തീർച്ചയായിട്ടും കലാലയങ്ങളാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സ്കൂളിന് എല്ലാവിധമായ ഭാവുകങ്ങളും നന്മകളും വിജയങ്ങളും നേരുകയാണ്. ഇവിടുത്തെ SNDP ശാഖാ യോഗത്തിന് യുഗപ്രഭാവനായ ഗുരുദേവന്റെ അനുഗ്രഹാശിസുകളുള്ള ഈ കലാലയത്തിന്, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ പേരിലുള്ള ഈ കലാലയത്തിന്, ഇവിടേക്ക് കടന്നു വരുന്ന ഓരോ കുട്ടിയെയും മിടുമിടുക്കരാക്കി മാറ്റാനുള്ള വഴി തെളിച്ചു കൊടുക്കുന്ന ഈ കലാലയത്തിന് എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും അനുവാദത്തോടെയും അതുപോലെ തന്നെ ഇവിടെ മികവ് പ്രകടിപ്പിച്ച് സമ്മാനാർഹതരായ ഓരോരുത്തരെയും പ്രത്യേകമായി അഭിനന്ദിക്കുക കൂടി ചെയ്തുകൊണ്ട് ഔപചാരികമായി 78ാമത് വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ച് എന്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയിക്കുന്നു. ഇതുവരെ അങ്ങ് നൽകിയ എല്ലാ സഹകരണത്തിനും തുടർന്നും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വിജയകഥയിൽ അങ്ങ് എപ്പോഴും ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നിരവധി തിരക്കുകൾക്കിടയിൽ ഇവിടെ ഓടിയെത്തി 78ാമത് സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്ത പൂഞ്ഞാറിന്റെ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് ഒരിക്കൽ കൂടി സ്കൂളിന്റെയും PTA-യുടെയും മാനേജ്മെന്റിന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അധ്യക്ഷ പ്രസിഡന്റായി സ്കൂൾ മാനേജർ ശ്രീ CN വിശ്വനാഥൻ സാറിനെ ക്ഷണിക്കുന്നു.
നമ്മുടെ കേരളത്തിൽ പഠിക്കുന്ന MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും മയക്കുമരുന്നിന് അടിമകളാകുകയും കച്ചവടക്കാരാകുകയും കാണുന്ന കാഴ്ച നിങ്ങൾ എല്ലാവരും ദൈനംദിനം കേൾക്കുന്നതാണ്, വായിക്കുന്നതാണ്, സോഷ്യൽ മീഡിയയിൽ അറിയുന്നതാണ്. പക്ഷെ അതിൻ്റെ പുറകിലേക്ക് ആരും ചർച്ച ചെയ്യാറില്ല. നമ്മൾ തിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ആ കുട്ടികളെ അവരുടെ രക്ഷിതാക്കൾ അടിച്ചേൽപ്പിച്ച പഠന രീതി കൊണ്ട് മാത്രമാണ്. കാരണം 1ാം ക്ലാസ്സിൽ ചേർക്കുന്ന കുട്ടികളെ കാണാപ്പാടം പഠിച്ച് A+ നേടി 12ാം ക്ലാസ് വരെ പഠിപ്പിച്ച് ആ കുട്ടികൾ ബാംഗ്ലൂർ വലിയ മെട്രോ സിറ്റികളിൽ ചെല്ലുമ്പോഴാണ് സ്വാതന്ത്ര്യം എന്താണെന്ന് ആ കുട്ടികൾ തിരിച്ചറിയുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതിന് സ്റ്റഡി ഉണ്ട്. ഇതിന്റെ പുറകിൽ വലിയ പരിശോധനകൾ നടത്തിയിട്ട് ഈ MBBS പഠിക്കുന്ന കുട്ടികൾ പോലും മയക്കുമരുന്നിന് അടിമകളാകുകയും ആ കുട്ടികൾ ഇതിന് ബിസിനസിന്റെ കാരിയർമാരാകുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാന കാരണം ആ കുട്ടികൾക്ക് സമൂഹം എന്താണെന്നോ ആ കുട്ടികൾക്ക് നമ്മൾ ജീവിക്കുന്ന പശ്ചാത്തലം എന്താണെന്നോ ആ കുട്ടികൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇതിന്റെ ഉത്തരവാദികൾ നമ്മുടെ മാതാപിതാക്കളാണ്. ഒരുപക്ഷെ നിങ്ങൾ തോന്നുന്നുണ്ടാകും ഇതുപോലൊരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു പൊതുവിദ്യാലയത്തിൽ പഠിച്ചാൽ എൻ്റെ കൊച്ചിൻ്റെ സ്റ്റാൻഡേർഡ് കുറവുണ്ടാകും എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. കഴിഞ്ഞ 40 വർഷമായിട്ട് പബ്ലിക് സ്കൂളിൽ ഇവിടെ നമ്മുടെ മുണ്ടക്കൈ മേഖലയിലുണ്ട്. നമ്മുടെ കുട്ടികളെയും ആ കുട്ടികളെയും ഒരുമിച്ചിരുന്ന ഒരു പരീക്ഷ എഴുതിപ്പിച്ചാൽ സധൈര്യം പറയാൻ സാധിക്കും ഈ സ്കൂളിലെ കുട്ടികളായിരിക്കും ആ പരീക്ഷയിൽ മറ്റവരെ എല്ലാവരെക്കാളും മാർക്ക് മേടിച്ച് മുന്നോട്ട് വരിക. ഒരു സംശയവും വേണ്ട. നമുക്ക് ഈ പൊതുവിദ്യാലയമായതുകൊണ്ട് നമുക്ക് ഗവൺമെന്റ് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ നടത്തിയതിനു ശേഷമാണ് പാഠ്യേതര വിഷയങ്ങളിലേക്ക് നമ്മൾ മാറുന്നത്. നമുക്ക് പാഠപുസ്തകത്തിലുള്ളത് പഠിപ്പിച്ചേ പറ്റൂ. മാർക്ക് കവർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ മനുഷ്യൻ ഒരു വലുതായി വ്യക്തിയായി തീരുന്നത് ഇവിടുന്ന് കിട്ടുന്ന പഠനത്തിന്റെ രീതി കൊണ്ട് മാത്രമാണ്. കാണാപ്പാഠം പഠിച്ച് ആർക്ക് വേണേലും അക്ഷരങ്ങൾ മാർക്ക് മേടിക്കാൻ സാധിക്കും. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനാണ്. എല്ലാവരും വിദ്യ അനുഭവിക്കുന്നുണ്ട്, വാങ്ങുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പ്രബുദ്ധർ എത്ര പേരാകുന്നുണ്ട് എന്ന് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആരും ഈ വിദ്യാഭ്യാസം നേടി A+ നേടി അവാർഡുകളും നേടി മുന്നോട്ട് പോകുന്നതല്ലാതെ പഠനം ഡിഗ്രി കഴിയുമ്പോൾ അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ 1-2 ചോയ്സ് മാത്രമേ കേരളത്തിലെ മക്കൾക്കുള്ളൂ. വളരെ 98% കുട്ടികളും ഒന്നെങ്കിൽ നഴ്സിംഗ് ഫീൽഡിലേക്ക് ഇല്ലെങ്കിൽ BCom-ആയിട്ട് ബന്ധപ്പെട്ട 1-2 കോഴ്സുകൾ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നത്. അവരുടെ മനസ്സിലുള്ളത് ഒരേ ഒരു കാര്യമുള്ളൂ, ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കാരണം പഠിച്ച് BSc നേഴ്സോ അല്ലെങ്കിൽ മെഡിക്കൽ സംബന്ധമായിട്ട് എന്ത് കാര്യമുണ്ടെങ്കിലും ഉടനെ തന്നെ ഇവിടുന്ന് വിസയായിട്ട് വെസ്റ്റേൺ കൺട്രിയിലേക്ക് ചേക്കേറാം. പിന്നെ മാതാപിതാക്കൾ മാത്രമാകും. നമ്മുടെ പഞ്ചായത്തിന്റെ മാത്രം കണക്കെടുത്താൽ പ്രസിഡന്റിനോട് ഒരുപക്ഷെ ചോദിച്ചാൽ മനസ്സിലാകും എത്ര വയോധികരാണ്. എന്നെ പോലെ ഞാനും എൻ്റെ ഭാര്യ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുപോലെ എത്രയോ വയോധികരാണ് ഈ നാട്ടിൽ ഒറ്റയ്ക്കുള്ളത്. അതിന്റെ കാരണം നമ്മുടെ സിസ്റ്റമാണ്. വെറുതെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ എവിടെയെങ്കിലും കൊണ്ട് ചേർത്ത് A+ വാങ്ങാൻ അനുവദിക്കരുത്. ആ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുക. അറിവ് പകർന്നാൽ മാത്രമേ ആ കുട്ടികൾ നാളെ നല്ല പൗരന്മാരായി മാറുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇത് വലിയൊരു സബ്ജക്റ്റാണ്. നമ്മൾ പറയാൻ തുടങ്ങിയാൽ ഒരു മണിക്കൂറുകൾ എടുക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ 1-2 നിവേദനം ഈ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് സാറുണ്ട്, പ്രസിഡന്റുണ്ട്, ഇവർക്ക് എല്ലാവർക്കും നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ചെറിയ റിക്വസ്റ്റാണ്. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവരെ വിളിച്ച് ഇങ്ങനെയുള്ള കാര്യത്തിലാണ് വിളിച്ചത് എന്നൊരു തോന്നൽ വരാതെ, കാരണം ഈ സ്കൂള് പൊതുവിദ്യാലയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പഞ്ചായത്തിൻ്റെ അണ്ടറിലാണ്. എല്ലാവർക്കും അറിയാം ഇത് ഗവൺമെന്റിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് പഞ്ചായത്താണ്. ഈ തെരഞ്ഞെടുത്ത് ജയിക്കുന്ന എല്ലാവർക്കും ഈ പൊതുവിദ്യാലയത്തിൽ അധികാരവും അവകാശവും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ മാനേജ്മെന്റ് അല്ലെങ്കിൽ PTA അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ചെറിയ ഫണ്ടിന് വേണ്ടി നിങ്ങളെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നതാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുക. ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഞങ്ങൾ മുന്നോട്ടുള്ള വലിയ യാത്ര തിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും നല്ല സ്കൂൾ വെറുതെ പറയുന്നതല്ല. 2023 പുതിയ മാനേജ്മെന്റ് കമ്മിറ്റി വന്നു. ഞാൻ ഇവിടുത്തെ മാനേജറായപ്പോൾ ഇവിടുത്തെ അധ്യാപകരുടെ അധ്യാപകരുടെ മീറ്റിങ്ങിൽ ഞാൻ പറയുകയുണ്ടായി 2026-27 ആകുമ്പോൾ ഈ സ്കൂളിൽ AC ക്ലാസ് റൂമും ഹൈടെക് ടെക്നോളജി ആക്കി തരുമെന്ന്.
കഴിഞ്ഞ വർഷം തന്നെ 2025 തന്നെ AC ക്ലാസ് റൂം ആക്കാനും ഈ വർഷം ഡിജിറ്റൽ പാനൽ ബോർഡ് ഒരുപക്ഷെ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ഫസ്റ്റ് ക്ലാസ്സിൽ ഇത് ചെയ്തിട്ടുണ്ട്. ജീരാജ് സാർ ഇത് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അത് കാണിക്കാൻ നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ട്. പുതിയ യുഗത്തിൻ്റെ ടെക്നോളജി അതാണ്. നമ്മൾ എന്ത് കാര്യം പറയുന്നോ ആ ബോർഡ് നമുക്ക് അതിന് തിരിച്ച് മറുപടി തരും. അധ്യാപകർ പഠിപ്പിക്കുവാനും കുട്ടികൾക്ക് അറിവ് കൂടുതൽ നേടാനുമുള്ള വലിയ ഹൈടെക് ടെക്നോളജിയാണ്. അപ്പോൾ അതെല്ലാം നടത്താൻ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നിറവേറ്റണമെങ്കിൽ ജനപ്രതിനിധികളായ ഇവിടെ ഇരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികളും ഞങ്ങളുടെ കൂടെ സഹകരിച്ച് സാധിക്കൂ. ഞാൻ അവരോട് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ജീരാജ് സാറിന് ഒരു നിവേദനം കൈമാറുന്നതിന് ബഹുമാനപ്പെട്ട NDR ശാഖയുടെ സെക്രട്ടറി മനോജ് തണ്ടാടി അവരെ ക്ഷണിച്ചിരുന്നു. സെക്രട്ടറി പുറകിലാണ് പോയിരിക്കുന്നത്. സാറിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ബഹുമാനപ്പെട്ട കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു നിവേദനം കൈമാറുന്നതിന് PTA പ്രസിഡന്റ് ശ്രീജിത്ത് സാർ അവരെ ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിരൺ രാജിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ വിട്ടുപോയതാണ്. കാരണം മുന്നിലിരുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ട് മെമ്പർമാരുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ബാഗിലിരിക്കുന്ന അനൂഷ് ഷിജു കഴിഞ്ഞ ബ്ലോക്ക് മെമ്പറായിരുന്നു. നമുക്കൊരു ടോയ്ലറ്റ് നൽകുകയുണ്ടായി. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നതാണ്. അനൂഷ് ഷിജുവിനോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ ഇതിനു മുമ്പ് ഇരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും നമുക്കൊരു ടോയ്ലറ്റ് നൽകുകയുണ്ടായി. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി അഗസ്റ്റിനും കഴിഞ്ഞ വർഷം നമുക്കൊരു ടോയ്ലറ്റ് നൽകുകയുണ്ടായി. സ്കൂളിന് വേണ്ടി പഞ്ചായത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലുപരി നമുക്ക് വേണ്ട ചെറിയ ചെറിയ 1-2 കാര്യങ്ങൾ കൂടിയാണ് അപേക്ഷയായിട്ട് നൽകുന്നത്. ഈ കിരൺ രാജിന് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിന് ഒരു നിവേദനം കൈമാറുന്നതിന് ബഹുമാനപ്പെട്ട HM മധുസാർ അവരെ ക്ഷണിക്കുന്നു. മധുസാറിൻ്റെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് മധുസാറിനെ ക്ഷണിച്ചത്. സ്കൂളിൻ്റെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ആദരണീയയായ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ആൻസി അഗസ്റ്റിൻ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ സ്കൂളിൻ്റെ 78ാമത് വാർഷികത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ ഈ സ്കൂളിൻ്റെ ഏറ്റവും ബഹുമാന്യനായ മാനേജർ ശ്രീ CN വിശ്വനാഥൻ സാറ്, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഇവിടെ നിന്ന് കടന്നുപോയ പൂഞ്ഞാറിൻ്റെ MLA ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവർ, നമ്മുടെ കെട്ടിടത്തിൻ്റെ പുതിയ ബ്ലോക്ക് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ ഏറ്റവും ബഹുമാന്യനായ മെമ്പർ അഡ്വക്കേറ്റ് ജീരാജ് സാർ, മാഗസിൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഇപ്പോൾ 10ാം വാർഡിൻ്റെ മെമ്പറുമായ ശ്രീമതി അനൂഷ് ഷിജു, 5ാം വാർഡിൻ്റെ മെമ്പറും ശ്രീ ജിജോ കാരിക്കാട്ട്, നമ്മുടെ NDR ഇടവകയുടെ സെൻറ് ജോസഫ് ചർച്ചിൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ സേവ്യർ മാമൂട്ടിൽ, നമ്മുടെ ഇവിടുത്തെ HM ആയിരുന്ന പൂർവ്വ അധ്യാപക പ്രതിനിധി സുജ ടീച്ചർ, അധ്യാപക പ്രതിനിധി PB സുനിൽ സാറ്, PTA പ്രസിഡന്റ് ശ്രീജിത്ത് സാറ്, PTA പ്രസിഡന്റ് സുജിത, ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, എനിക്ക് ഇവിടെ ഇരിക്കുന്ന അധ്യാപകരുടെ മുഖമൊക്കെ കാണുമ്പോൾ അറിയാം, അവർക്ക് ഭയങ്കര സന്തോഷം, ആനന്ദ കണ്ണുനീര് തന്നെ അവരുടെ മുഖത്തുണ്ട്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും എന്നത് യാതൊരു തർക്കവുമില്ല. നല്ല വിദ്യാഭ്യാസം, നല്ല അച്ചടക്കമുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്. കാലത്തിന് മുന്നേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനേജ്മെന്റ് നമുക്കുണ്ട്.
കാലത്തിന് മുന്നേ എന്ന് പറഞ്ഞാൽ അത് അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള വിദ്യാഭ്യാസ പരിശീലനങ്ങളാണ് പഠന പാഠ്യേതര വിഷയങ്ങൾക്ക് കൊടുക്കുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷ് കൊടുക്കുന്നുണ്ട്. ഓരോ വിഷയത്തിലും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു കുട്ടിയെ എത്ര നല്ല വ്യക്തിയായിട്ട്, എത്ര നല്ല പൗരനായിട്ട് രാജ്യത്തിന് സമർപ്പിക്കുവാൻ കഴിയുമോ ആ രീതിയിൽ തന്നെ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ അവർക്ക് വിദ്യാഭ്യാസം മാത്രമല്ല കൊടുക്കുന്നത്, അവർക്ക് ആഹാരത്തോടൊപ്പം സന്തോഷവും കൊടുത്ത് വിദ്യയും കൊടുത്ത് അവരിലുള്ള ഏത് കഴിവുകളാണോ ഉള്ളത് അതിനെ തെരഞ്ഞു കണ്ടുപിടിച്ച് അതിനെ മാറ്റുരച്ച് മെഴുപ്പുള്ളതാക്കി തിളക്കത്തിലാക്കിയാണ് ഈ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് വളർത്തിവിടുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ 2 കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചതാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, 2 പേരും ഇന്ന് ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരാണ്. മലയാളം മീഡിയത്തിൽ പഠിച്ചു പോയതാണ്. അതുകൊണ്ട് നാട്ടിലെ വലിയ പേര് കേട്ട ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ എത്തൂ എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഗ്രാമത്തിലെ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്കൂളിലേക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടും, നല്ല അറിവ് കിട്ടും, നല്ല മക്കളായി ഇവർ തീരുമെന്ന ഒരു ഉറപ്പ് തന്നുകൊണ്ട് ഒത്തിരി ഒന്നും ഞാൻ സംസാരിക്കില്ല. താമസിച്ചാണ് നമുക്ക് പരിപാടി ആരംഭിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ ഈ വാർഷിക ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ മാനേജരെ കുറിച്ച് ഒന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാലത്തിന് മുന്നേ സഞ്ചരിച്ചു. ഇവിടെ AC ക്ലാസ് റൂം വരുമെന്ന് പറഞ്ഞു, ടോയ്ലറ്റുകൾ വന്നു. ഞങ്ങൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണ്, വീണ്ടും അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ പരിമിതിക്കല്ല ഗവൺമെൻറ്റിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് എന്ത് കാര്യം ഈ സ്കൂളിൽ ചെയ്യുവാൻ സാധിക്കുമോ അത് ഞങ്ങൾ ചെയ്തു തന്നിരിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. നാളുകളിൽ ഈ സ്കൂള് രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന വലിയ പദവിയിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ആശംസയോട് നിർത്തുന്നു. നന്ദി. അടുത്തതായി നമ്മുടെ സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ആദരണീയനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് P. ജീരാജ് സാർ സംസാരിക്കുന്നു. പ്രിയമുള്ള യോഗാധ്യക്ഷൻ, നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ കൂടിയായ ശ്രീ CN വിശ്വനാഥൻ അവരുകൾ, സ്വാഗതം ആശംസിച്ച HM ശ്രീ മധു സാറ്, മുഖ്യപ്രഭാഷണം നടത്തിയ കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയ പ്രസിഡന്റ് ശ്രീമതി ആൻസി അഗസ്റ്റിൻ, പ്രിയമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ കിരൺ രാജൻ, പ്രിയമുള്ള നമ്മുടെ എല്ലാം അഭിമാനമായി കുട്ടിക്കലിൻ്റെ അഭിമാനമായി മാറിയിട്ടുള്ള ശ്രീ അഭിജിത്ത് സന്തോഷ്, പ്രിയമുള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ KR രാജി, പ്രിയമുള്ള ജനപ്രതിനിധികൾ, പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, അതിലുപരിയായി വളരെ വിശിഷ്ടമായ സേവനം ഈ സ്കൂളിന് സമ്മാനിച്ച പൂർവ്വ അധ്യാപകർ ഇവിടെ ധാരാളമായി എത്തിയിരിക്കുന്നു. വലിയ സന്തോഷം. തീർച്ചയായിട്ടും ഗാന്ധിജിയുടെ പേരിലുള്ള ഈ ഒരു സ്കൂള് 78 വർഷങ്ങൾ പിന്നിട്ട് ഇന്നും വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല, ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ കാലത്തിന് ഒരു പടി മുന്നേ സഞ്ചരിക്കുന്ന രീതിയിൽ പോകുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമാണ്, അഭിമാനമാണ് നമുക്കുള്ളത്. വിശിഷ്യ കുട്ടികൾ പോലൊരു ഗ്രാമപ്രദേശത്ത് ഇതുപോലൊരു സ്കൂള് ഇന്നത്തെ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. കാരണം ഇവിടെ സൂചിപ്പിച്ച പോലെ അനുദിനം എന്നോണം, അനുനിമിഷം എന്നോണം സാങ്കേതിക വിദ്യകൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും കാലത്തിന്റെ വെല്ലുവിളികളെയും ഒക്കെ അതിജീവിച്ച് സ്കൂളിനെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളെ കാലാനുസൃതമായ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നയിക്കുക എന്ന് പറഞ്ഞാൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഇന്നലെ പഠിച്ച കാര്യങ്ങളല്ല ഇന്ന് കുട്ടികളുടെ മുന്നിൽ ഇന്ന് ലഭ്യമാകുക. അതുകൊണ്ട് അവരെ ഈ കാലത്തിനനുസൃതമായി മാറ്റുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന അധ്യാപകരുടെ വലിയ സേവനം ഈ സ്കൂളിലെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തത്വവുമില്ല. അതോടൊപ്പം തന്നെ PTA സഹകരണവും മുൻ അധ്യാപകരുടെ സഹകരണവും ഒക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളായി എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ പല സ്കൂളുകളിലും പല ആലോചനകൾ നടക്കുന്ന സമയത്ത് തന്നെ AI യുഗത്തിലൂടെ കടന്നു പോകുമ്പോൾ AI ഡിജിറ്റൽ പാനൽ ബോർഡിന്റെ ഉദ്ഘാടനവും ഇന്ന് നടക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്തുമാത്രം ഭാഗ്യവാന്മാരാണ് എന്ന് നമ്മൾ ആലോചിക്കണം.
കാലാനുസൃതമായ ഒരു മാറ്റമെന്ന് വാക്കുകളിലൂടെ അല്ല, പ്രവർത്തിയിലൂടെ ഒരു മാനേജ്മെന്റും സ്കൂൾ PTA-യും അധ്യാപകരും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതിനൂതനമായ സാങ്കേതിക വിദ്യ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് വലിയ അഭിനന്ദനാർഹമാണ്. സ്കൂളിലെ മാനേജ്മെന്റിനെയും അധ്യാപകരെയും PTA-യും ഒക്കെ വളരെ മുക്തകണ്ഠം പ്രശംസിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. കാരണം ഇന്ന് പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും AI പാനൽ ബോർഡിന്റെ ഉദ്ഘാടനവും ഒക്കെ നടക്കുമ്പോൾ വരാൻ പോകുന്ന കാലഘട്ടത്തിനനുസൃതമായി നമ്മുടെ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മാറ്റുവാൻ മാനേജ്മെന്റ് ഇവിടെ സാറ് സൂചിപ്പിച്ച പോലെ മാനേജർക്ക് പിന്നിലുള്ള ആ ഒരു വലിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒക്കെ വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകും. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്റെ മുന്നിൽ നൽകിയിട്ടുള്ള അപേക്ഷ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ പേരിലുള്ള സ്കൂളാണ് എങ്കിലും ആ ഗാന്ധിജിയുടെ സ്മരണ നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു ലൈബ്രറിയോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളോ നമ്മുടെ സ്കൂളിൽ ഇല്ല എന്നുള്ളതാണ് ഒരുപക്ഷെ വലിയ ഒരു സാമൂഹ്യ പ്രശ്നമാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ലോകത്ത് പറഞ്ഞ ഒരു മഹാത്മാവേ ഉള്ളൂ, അത് ഗാന്ധിജി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. എത്രമാത്രം ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ എത്രമാത്രം സാമൂഹ്യമായി സാമ്പത്തികമായി ഉള്ള കാഴ്ചപ്പാടുകൾ ഈ രാജ്യത്തെ ഇന്ന് കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചു എന്ന് മാത്രമല്ല ഈ രാജ്യത്തെ അതിന് പ്രാപ്തമാക്കിയ ഗാന്ധിജി എത്രയോ കാലം പൊതുപ്രവർത്തന രംഗത്ത് നിന്നതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ആ സന്ദേശം അല്ലെങ്കിൽ ആ ജീവിതമാണ് ഒരുപക്ഷെ ഇന്നും രാജ്യത്തെ ഒരു മതേതര സങ്കല്പത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രാധാന്യം നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളണം. അത് അധ്യാപകരെ മാത്രം ഒരു ചെറിയ ഡ്യൂട്ടിയായി ചുമതലയായി കാണാതെ കുട്ടികളിൽ സത്യസന്ധതയും അതോടൊപ്പം തന്നെ സൽസ്വഭാവിത്വവും വളർത്തുവാൻ വേണ്ടി മാതാപിതാക്കൾ ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടതുണ്ട്. ഇന്ന് സമൂഹത്തിൽ കാണുന്ന പല തിന്മകളും ഇപ്പോൾ NDRT കൂടെ കടന്നു വരുമ്പോൾ അവിടെ വലിയൊരു മാർച്ച് നടക്കുന്നുണ്ട്. എന്തിനാണ്? ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയാണ്. ലഹരി വിരുദ്ധ പ്രതിജ്ഞ കുട്ടികൾ എടുക്കുമ്പോൾ മാതാപിതാക്കളും അതിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു തീരുമാനം എടുക്കണം. എന്റെ കുഞ്ഞുങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കില്ല, എന്റെ കുഞ്ഞുങ്ങളെ ലഹരിയുടെ മാർഗത്തിലേക്ക് ഞാൻ കടത്തിവിടില്ല, എന്റെ കുഞ്ഞുങ്ങളെ സൽസ്വഭാവികളായിട്ട് ഞാൻ വളർത്തുമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം നമ്മൾ വീട്ടിൽ നിന്ന് ആരംഭിച്ചാൽ തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന മുഴുവൻ പ്രോത്സാഹനവും നമ്മുടെ സ്കൂളുകളിൽ നൽകും. അതിനുതകുന്ന സാഹചര്യം ഇവിടെ ഗ്രാമപഞ്ചായത്ത് അടക്കം ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ മറ്റധികാരികൾ ഒക്കെ കൂടി പരിശ്രമിച്ചാൽ ഈ ലഹരി എന്ന് പറയുന്ന വലിയ ഒരു വിപത്ത് ഇന്ന് സമൂഹത്തെ കാർന്നു തരികയാണ്. ആ ഒരു വലിയ വിപത്തിനെ തടയുവാൻ നമുക്ക് കൂട്ടായ ഒരു പ്രവർത്തനം നടത്തുവാൻ മാതാപിതാക്കളുടെയും അത് സഹകരണം വളരെ അനിവാര്യമാണ്. ഇപ്പോൾ ഞാൻ വരുന്ന ഒരു സ്കൂളിൽ നിന്ന്, ഏത് സ്കൂളെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ സ്കൂളിൽ നിന്ന് ഞാൻ ചെന്നപ്പോൾ കേട്ട കാര്യങ്ങൾ വളരെ ദുഃഖകരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവരുടെ കമ്പ്യൂട്ടർ ലാബ് പ്രവർത്തിക്കുന്ന ആ മുറിയിൽ ഇക്കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധനെ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം AC-യുടെ ചെമ്പ് കമ്പി അടക്കം ചെറിയ ലാഭത്തിന് വേണ്ടി ചെറിയ മോഷണം നടത്തുന്ന സ്ഥിതിയിലേക്ക് നാട് മാറിയിരിക്കുന്നു. അത് മുറിച്ചു മാറ്റിയെന്ന് മാത്രമല്ല, ജനലിന്റെ കമ്പി അകറ്റി അകത്ത് കയറി കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ മാറ്റി അതിനകത്തുള്ള ചെമ്പെല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, പോലീസിൽ പരാതി കൊടുത്തില്ലേ? പോലീസിൽ പരാതി കൊടുത്തു, പക്ഷെ വലിയ കാര്യക്ഷമമായി അന്വേഷിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഏതാനും നാളുകൾക്ക് മുമ്പ് ഈ സ്കൂളിലെ ജനലിന്റെ ചില്ലുകൾ ആരോ സാമൂഹ്യ വിരുദ്ധർ എറിഞ്ഞു തകർത്തു എന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുത്തു. പോലീസ് സ്കൂളിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ആരാണ് പ്രതികള്? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ പരാതിക്കാരൻ തന്നെ പരാതി പരിഹരിക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നു. പരാതി പിൻവലിച്ചു, കുട്ടികളെ നേർവഴിക്ക് നയിക്കുവാനുള്ള ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ പരാതി കൊടുക്കുമ്പോഴും ആ പരാതിയുടെ പിന്നിലും ഒരു പക്ഷേ അവിടെ പഠിക്കുന്ന കുട്ടികളാവാം എന്നുള്ള ഒരു കരുതലാണ്. തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കണം, കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടാൽ മാത്രം നമ്മുടെ ഒരു ദൗത്യം, നമ്മുടെ ഒരു കർമ്മം അവിടെ തീരുന്നില്ല.
കുഞ്ഞുങ്ങൾക്ക് നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാനും നല്ല സ്വഭാവ ഗുണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാനും മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം. വളരെ ഡിസിപ്ലിൻഡായ അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു ജീവിതത്തിലേക്ക് അവരെ നയിക്കുവാൻ മാതാപിതാക്കൾ കൂടി ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാനും ഒരു പിതാവാണ്. എൻ്റെ 2 കുഞ്ഞുങ്ങൾ നാളെ നല്ല രീതിയിൽ പോയാൽ മാത്രമേ എൻ്റെ ജീവിത സായാഹ്നത്തിൽ എനിക്കൊരു സ്വാതന്ത്ര്യമാകത്തുള്ളൂ എന്നുള്ള കരുതൽ നമ്മൾ എല്ലാവരും എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നമുക്ക് സ്നേഹിക്കണം, നല്ല രീതിയിൽ മുന്നോട്ട് നമുക്ക് വളർത്തണം. അതിന് ഉതകുന്ന സ്കൂളുകളിൽ നമ്മൾ വിടണം. തീർച്ചയായിട്ടും ഗാന്ധി സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സന്മാർഗ പാഠവും അച്ചടക്കവും ഒക്കെ വളർത്തുന്നതിൽ സ്കൂൾ മികച്ചു നിൽക്കുന്നു എന്ന് വളരെ സന്തോഷത്തോടു കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം എന്ന് പറയുന്നത് പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനമാണ്. ഔപചാരികമായി അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. അത്രയും കഷ്ടപ്പെട്ടിട്ട് പഴയ ഓർമ്മയ്ക്ക് അങ്ങോട്ട് എവിടെ നിന്നാ ഫോട്ടോ എടുത്തത്? വീടി പോകേ എല്ലാ സംവിധാനമുണ്ട് സാറേ. ഒരു സിഗ്നേച്ചർ ഈ സൈഡിൽ സാറേ വീഡിയോ വിടും. അടുത്ത് അതിൻ്റെ എന്താണെന്നുള്ളത് പഠിപ്പിക്കാൻ പറ്റും. പിക്ചർ കാണിച്ച് അതിനെ ഇവിടെ കളിക്കാൻ പറ്റും. വീഡിയോ വിടുമ്പോൾ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അതെന്താണെന്ന് വിവരിക്കാനുള്ള എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ വരികയും ചെയ്യും. നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ അത് അന്നേരം തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമുക്ക് ലൈവായിട്ട് കുട്ടികളെ ഇവിടുള്ള കാര്യങ്ങൾ കാണിച്ച് കൊടുക്കാൻ പറ്റും. ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ്സിലേക്ക് പരീക്ഷ മാറ്റി ചെറുതായിട്ടുള്ള ഉപദേശങ്ങൾ അത് നമുക്കിങ്ങനെ ലൈവ് കുട്ടി വായിക്കുമ്പോൾ കുറേ അഡ്വാൻസ് ഈ സ്ക്രീനിൽ 2 എക്സാമ്പിൾ ഈ സ്ക്രീൻ നമുക്ക് രണ്ടാം സൈഡ് മാർക്സ് ഇടാം. ഫ്രണ്ട് ചെയ്ത് നമുക്ക്
എഴുതിയാലും ഇതേപോലെ മറ്റേ തലച്ചിൽ ഷേപ്പ് വ്യത്യാസം അതുകൊണ്ടാണ് റൗണ്ട് അവിടെ വേറെ കളറായിരുന്നു. ഇങ്ങനെ കാണിക്കാൻ പറ്റും 4 കളറായിട്ട്. കണക്കൊക്കെ ആണല്ലോ 4 പിള്ളേർക്ക് ഒരേപോലെ കണക്ക് കൊടുത്തിട്ട് ആരാദ്യം ചെയ്യുന്നു ഇവിടെ ചെയ്യിക്കുന്നത്. കൊള്ളാം, സൂപ്പർ. ഈ ബോർഡ് കണ്ടിട്ട് സാറിൻ്റെ അഭിപ്രായം? ഡിജിറ്റൽ യുഗത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും അതിനൂതനമായ ഒരു സാങ്കേതിക വിദ്യയിലൂടെ വിദ്യാഭ്യാസം ആർജിക്കുവാനുള്ള ഒരു അവസരം നമ്മുടെ ഈ സ്കൂളിലുണ്ട്. തീർച്ചയായിട്ടും ഈ സ്കൂളിലെ കുട്ടികൾക്ക് അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. എല്ലാവിധമായ ആശംസകളും ഇതിനെ മുൻകൈ എടുത്ത നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റിനെയും PTA അതോടൊപ്പം തന്നെ അധ്യാപകരെയും അനധ്യാപകരെയും എല്ലാവരെയും വളരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പഞ്ചായത്തിൻ്റെ പ്രമുഖ വനിതയും കൂടെയായ ആൻസി അഗസ്റ്റിൻ്റെ അഭിപ്രായം? നമ്മുടെ ഈ ഒരു AI ബോർഡും അതുപോലെ റോബോട്ട് ടീച്ചറിനെയൊക്കെ ഇന്നലെ ഇവിടെ പരിചയപ്പെടുത്തിയ കുട്ടികൾക്ക് അവിടുത്തെ അഭിപ്രായം? കുട്ടിക്കൽ പഞ്ചായത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ ഒരു സ്കൂളാണ് SDM UP സ്കൂള്. ഈ നാട്ടിൽ ഈ സ്കൂളിൻ്റെ പരിസരത്ത് ജീവിക്കാൻ കഴിയുമ്പോൾ തന്നെ എനിക്ക് വലിയ അഭിമാനമുണ്ട്. വലിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഈ സ്കൂള് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. റോബോട്ടിക് ടീച്ചർ മുതൽ AI സാങ്കേതിക വിദ്യയിലൂടെ സ്കൂളിലെ കുട്ടികൾക്ക് അതിനൂതനമായ വിദ്യാഭ്യാസം നൽകുന്ന ഏക സ്ഥാപനമാണ് ഈ സ്കൂളെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫാദർ സേവ്യർ മാവട്ടത്തിൽ നമ്മുടെ AI സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തിൻ്റെ ഒരു നിമിഷമാണ്. ഏതാണ്ട് 1 ലക്ഷം രൂപയുടെ മുകളിലുള്ള വില വരുന്ന ഒരു സ്മാർട്ട് തന്നെ ഉദ്ഘാടനമാണ് നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് മറ്റുള്ള സ്കൂളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വയനാട് സ്കൂളിലെ കുട്ടികൾ ഇച്ചിരി മികച്ച രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പെർഫോം ചെയ്യുക. ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവിടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇപ്പോൾ ഞാൻ നോക്കിക്കാണുന്ന അതിശയത്തോടുകൂടി നോക്കിക്കാണുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാം മാനേജ്മെൻറ്റ് പ്രത്യേകിച്ച് വിശ്വനാഥൻ സാറിൻ്റെ നേതൃത്വത്തിലാണ്. ഇതെല്ലാം എത്രമാത്രം ഒരു ദീർഘവീക്ഷണമുള്ള ഒരു മാനേജറിനെ ഈ സ്കൂളിൽ കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു അഭിമാനമായിട്ട് ഞാൻ എപ്പോഴും കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൂടെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാം. വലിയ ഇത് നമുക്ക് പോലും ഇതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ സാറിന്മാർ കാണിച്ചു. അതുപോലെ നമ്മൾ ആ ചിത്രത്തിലൂടെ നോക്കും. തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് ഒത്തിരി ഉപകാരപ്പെട്ടുകൊണ്ടാണ് ജീവിതത്തിൽ അവരുടെ പഠന നിലവാരം ഉയരട്ടെ പ്രത്യേകം ആശംസിക്കുന്നു. ഈ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപകരെയും എല്ലാ ആശംസകൾ അർപ്പിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. SDM UP സ്കൂളിലെ ഈ സ്മാർട്ട് ബോർഡ് വളരെ കുട്ടികൾക്ക് വളരെ നല്ല നിലയിൽ പുതിയ കാലഘട്ടത്തിൻ്റെ എല്ലാ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയും വിദ്യാഭ്യാസം നടത്തുന്നതിന് വേണ്ടി ഇവിടെ ഇത് സ്ഥാപിക്കപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് നവീനമായ ടെക്നോളജികളുടെ കാലത്ത് നമ്മുടെ ഗ്രാമത്തിലെ വിദ്യാർത്ഥികൾ ChatGPT ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ബോർഡ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ച് അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ അധ്യാപകരെയും മാനേജ്മെൻറ്റിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ കൂടി എനിക്കുള്ള എൻ്റെ സന്തോഷം ഞാനിവിടെ എല്ലാവരോടുമായി പങ്കുവയ്ക്കുകയാണ്. ഇവിടെ ഞാൻ പഠിച്ച ഒരു സ്കൂളാണ് SDM പോലെ ഒരു സ്കൂളിൽ ആധുനികതയുടെ എല്ലാ ഫലങ്ങളും നമുക്ക് അനുഭവവേദ്യമാക്കത്തക്ക രീതിയിൽ ഒരു AI ക്ലാസ് റൂം ഇവിടെ ഡെവലപ്പ് ചെയ്തതിൽ മാനേജ്മെൻറ്റിനെയും ടീച്ചേഴ്സിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ക്ലാസ് റൂം ഭാവി കുട്ടികൾക്കും നമ്മുടെ നാടിനും ഗുണകരമായിട്ട് ഞാൻ ആശംസിക്കുന്നു.
കിട്ടുന്നുണ്ട്, പക്ഷേ എങ്ങനെയാണെന്ന് കിട്ടും. ഇത് ഇങ്ങനെ നേരെ തിരിച്ചേ അങ്ങോട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല. വേണ്ടി ലൈബ്രറി ക്രിസ്മസ് ആയിരുന്നു. അത്തരത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ അക്കാദമിക് പ്രവർത്തനങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന പരിഗണന ഒരിക്കലും സ്കൂളിൽ സ്പോർട്സ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്നതായി എനിക്കറിയും. പക്ഷേ ഇന്ന് നമ്മുടെ നാട് അറിയപ്പെടുന്ന രാജ്യാന്തര തലത്തിലേക്ക് നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തുന്ന നിലയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ സ്പോർട്സ് രംഗത്ത് വലിയ അഭിമാനകരമായ വിജയങ്ങൾ സാധിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അവരെല്ലാം നാട്ടിൽ അഭിനന്ദിക്കപ്പെടുമ്പോൾ ആ സന്തോഷം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. കുട്ടികളെല്ലാവരും വലിയ ആവേശത്തിലിരിക്കുന്നതിന് ഒരു കാരണം ഈ പരിപാടി ഉടനെ അവസാനിക്കുകയും അവരുടെ വിവിധ ക്ലാസ്സുകളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഇവിടെ വന്ന് ഡാൻസ് കളിക്കും. അതുകൊണ്ട് ലൈറ്റൊക്കെ റെഡിയാണ്. ഒരു ഓണം വയ്ക്കാൻ അവർ തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയത്. നിങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കാതെ ഞാൻ അവസാനിപ്പിക്കാം. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു. എൻ്റെ കൊച്ചു കൂട്ടുകാരോട് എനിക്ക് ആകെ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. നിങ്ങൾ നന്നായി പഠിക്കാൻ ശ്രമിക്കുക. സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയാവുക. ഇപ്പോൾ ഇവിടെ ഒരു മാഗസിൻ ഞാൻ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. ആ മാഗസിനിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. സ്കൂളിലെ സ്പോർട്സിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അതുപോലെ പരമാവധി നിങ്ങൾ അധ്യാപകരുമായി ചേർന്ന് നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങളുടെ ജീവിതത്തെ എപ്പോഴും മനോഹരമാക്കുക മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ജീവിതത്തിൽ അധ്യാപകരോട് അന്നും ഇന്നും സൗഹൃദം തുടരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കോളേജിൽ തന്നെ പഠിപ്പിച്ച അധ്യാപകർ ഉൾപ്പെടെ എല്ലാ അധ്യാപകർക്കിടയിലും സ്കൂൾ വിദ്യാർത്ഥി എന്ന ആ ഒരു മനസ്സോടുകൂടി എത്താൻ ഇപ്പോഴും ശ്രമിക്കാറുണ്ട്. കാരണം ജീവിതത്തെ എപ്പോഴും മനോഹരമാക്കാൻ നമ്മൾ അധ്യാപകർ നമുക്ക് വലിയ തണലാണ്. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ എനിക്ക് തിരഞ്ഞെടുപ്പ് കാലത്തായാലും വലിയ വാത്സല്യം നൽകി എന്നെ ധൈര്യത്തോടെ പ്രചോദിപ്പിച്ച വലിയൊരു വിഭാഗം തന്നെ അധ്യാപകരാണ്. അവരോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന അപ്പുറമുള്ള വലിയ നന്മകളൊന്നും എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ നന്മകളും നേട്ടങ്ങളുമെല്ലാം അതിൻ്റെ മാത്രം ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുക. അധ്യാപകരുടെ നല്ല കൂട്ടുകാരാവുക, നല്ല വിദ്യാർത്ഥികളാവുക. മറ്റെല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകാനും ഒന്നിച്ച് പ്രവർത്തിക്കാനും ശ്രമിക്കുക. നല്ല സൗഹൃദം സൂക്ഷിക്കാൻ എല്ലാവരും തയ്യാറാവുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത്. ഈ സ്കൂളിൻ്റെ വാർഷിക പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ടും പ്രിയപ്പെട്ട കൂട്ടുകാരെയും അധ്യാപകരെല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മാഗസിൻ്റെ പ്രകാശനം നിർവഹിക്കുകയാണ്. അമ്മ ഇന്ദു സന്തോഷിനെയും പഠിപ്പിച്ച പ്രിയപ്പെട്ട HM മധു സാറും മുൻ HM ശ്രീമതി സുജ ടീച്ചറും ചേർന്നുകൊണ്ട് അഭിജിത്ത് സന്തോഷിക്കുന്ന മൊമെന്റോ കൈമാറുന്നു.
കമ്മിറ്റ്മെൻറ്റോടുകൂടെ ഇരുന്ന് പഠിച്ച് വളർന്ന ഒരാളാണ്. എൻ്റെ സ്പോർട്സ് കരിയറിൽ എൻ്റെ ആദ്യാക്ഷരം കുറിച്ച് തന്നെ ഇവിടുത്തെ സ്കൂളിൽ നിന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ രാജ്യമാഷിൻ്റെ കൂടെ രാവിലെ 7:30 ആകുമ്പോൾ ഞാനും കൂട്ടുകാരും കൂടെ എൻകാർ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു നമുക്ക് കോച്ചിങ് മാച്ച് തന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് തുടങ്ങി പിന്നെ സാൽവിൻ സാറ്, മനോജ് സാറ്, ഇവരുടെ അതായത് ഇവിടെയുള്ള ടീച്ചേഴ്സിനെ അറിയാം. ഇവിടെ സാൽവിൻ സാറിൻ്റെയും മനോജ് സാറിൻ്റെയും വലങ്കൈയായിട്ടായിരുന്നു ഞാൻ ഇവിടെ എല്ലാ കാര്യങ്ങളിലും നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടുന്ന് ഇപ്പം എനിക്ക് ഈ ഒരു നിലയിൽ എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വലിയൊരു ശതമാനം പങ്ക് തന്നെ എൻ്റെ ഈ സ്കൂളിനുണ്ട്. അതുപോലെ ഇപ്പം ഇന്ന് ഈ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം കണ്ടപ്പോൾ വളരെയധികം സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സാൽവിൻ സാറിന് സംസ്കൃത പീരീഡ് ഞങ്ങൾ സാറിനോട് സാറ് ഞങ്ങൾ സയൻസ് ലാബിൽ കൊണ്ടുപോയി ഒരു സിനിമ കാണിക്കുമെന്ന് ചോദിക്കുകയാണ്. അതായത് അന്നൊരു ടി വി ഉള്ളൂ, സയൻസ് ലാബിൽ ഒരു ടി വി ഉള്ളൂ. ആ ടി വി അപ്പം അങ്ങനെ നിന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നോക്കിയപ്പോൾ എല്ലാ ക്ലാസ്സിലും ടി വിയും അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഉൾപ്പെടെ ഇപ്പോൾ സ്കൂളിൽ ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ അതുകൊണ്ടൊന്നും വീട്ടുന്നില്ല. എനിക്ക് നിങ്ങളോടും പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പണ്ട് പോലെ കളിക്കാനാകുമ്പോൾ വീട്ടിൽ നിന്നൊന്നും വലിയ സപ്പോർട്ടൊന്നുമില്ല. അപ്പം അമ്മ എന്നോട് ചോദിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മ പോയിട്ടുണ്ട് എന്നോട് ചോദിക്കും, നീ കളിച്ച് കഴിഞ്ഞാൽ എവിടെ വരെ കളിക്കാനായി, എന്നിട്ട് കിടന്ന് കളിച്ച് എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്, കളിച്ച് കഴിഞ്ഞാൽ നീ ഇവിടെ സ്കൂളിൽ നിന്ന് കിടന്ന് കളിക്കും, അല്ലെങ്കിൽ കൂടിപ്പോൾ ജില്ല വരെ പോകും. അല്ലെങ്കിൽ നീ അമ്മ എന്നെ തമാശ രീതിയിൽ എന്നോട് ചോദിച്ചാൽ അല്ലെങ്കിൽ നീ വലിയ ഇന്ത്യൻ ടീമിൽ കളിക്കണം, അങ്ങനെ എന്നോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇപ്പം ഏകദേശം ഞാൻ ഒരു 6 കൊല്ലമായിട്ട് ഹാൻഡ്ബോൾ എന്ന ഒരു ഇതിൽ കളിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 14 തവണ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. 3 തവണ കേരളത്തെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് നാഷണൽ ലെവലിൽ കളിച്ചിട്ടുണ്ട്. ഇപ്പം അവസാനം അന്തർദേശീയ തലത്തിൽ കളിക്കാനുള്ള അവസരം എനിക്ക് ദൈവം തന്നു. അത് വളരെയധികം ഒരു ഭാഗ്യമായി ഞാൻ ഈ സമയം കണക്കാക്കുകയാണ്. അതിനുവേണ്ടി എനിക്ക് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ടീച്ചർമാർക്കും പാരൻസിനും പിന്നെ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ സമയം നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് നിങ്ങളൊരു ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു ദിവസം നിങ്ങൾക്ക് എന്തായാലും ഇത് കിട്ടും. എല്ലാവരും ഉത്തരം അറിയുന്ന എൻ്റെ വാക്കുകൾ നന്ദി, നമസ്കാരം. കാർത്തിക കെ സന്തോഷ്, വിഷ്ണു കെ സന്തോഷ് 2 കുട്ടികളും സ്റ്റേജിന് സമീപം എത്തിച്ചേരേണ്ടതാണ്. നമ്മുടെ നാടിൻ്റെ നാഡീസ്പന്ദനങ്ങൾ ഒന്നായി തൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുത്ത് ജനഹൃദയങ്ങളും രക്ഷിതാക്കളിലേക്കും സഹൃദയങ്ങളിലേക്കും കാലങ്ങളായി എത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂൾ ശ്രീ സന്തോഷിനെ നമ്മുടെ സ്കൂളിൻ്റെ ആദരം അറിയിക്കുകയാണ്. ആദരണീയനായ HM മധു സാറും സ്കൂൾ മാനേജർ വിശ്വനാഥൻ സാറും ചേർന്ന് ശ്രീ സന്തോഷിനെ തുടങ്ങിയ പ്രിയപ്പെട്ട അധ്യാപകരെ ഒരു നിമിഷം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ സന്തോഷ നിമിഷത്തിൽ സ്കൂളിൻ്റെ 78ാമത്
സന്തോഷത്താൽ അതിനുള്ള നന്ദി അറിയിക്കുന്നു. മാധവി നീ പിടിച്ചോ. നാളെ വരും. ആ എന്തിനാ മോൾ ദുഃഖിക്കുന്നത്? മകൾക്ക് എല്ലാമായ ഈ അച്ഛനുണ്ടല്ലോ. എങ്കിലും അച്ഛ, അമ്മ. മോൾക്ക് ഒരമ്മയെ വേണ്ടു. അത് ഈ അച്ഛൻ സാധിച്ചു തരാം. ശരി അച്ഛ. എന്താണ് വിശേഷം?
മോളെ വിളിക്കൂ. എന്താ അച്ഛാ? മോൾ വിഷമിക്കരുത്. അച്ഛന് അയൽ രാജ്യത്ത് യുദ്ധത്തിനായി പോകേണ്ടി വരുന്നു. മോളെ ഞാൻ ഈ അമ്മയെ ഏൽപ്പിക്കുന്നു. അങ്ങ് സമാധാനമായി പോയി വരൂ. മോളെ ഞാൻ എന്റെ സ്വന്തം മോളായി തന്നെ കരുതിക്കൊള്ളാം. ഉടനെ തന്നെ അച്ഛൻ വിജയിച്ച് തിരിച്ചു വരും. ശരിയാ, ഇനി എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇത് എങ്ങനെ സഹിക്കേണ്ട പൊന്ന് തമ്പ്രാട്ടിയെ? നിർത്തടി നിന്റെ അഹങ്കാരം. അമ്മേ, ആരാണ് നിന്റെ അമ്മ? ഞാൻ നിന്റെ രണ്ടാനമ്മ മാത്രം. രണ്ടാനമ്മ എന്ന് വിളിക്കണ്ട, ഇന്ന് മുതൽ തമ്പ്രാട്ടി എന്ന് വിളിച്ചാൽ മതി. ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കേണ്ട തമ്പ്രാട്ടിയെ? എന്താണ് നോക്കി നിൽക്കുന്നത്? ഇന്ന് മുതൽ ആരും ഇവിടെ പരിചരിക്കണ്ട. അച്ഛൻ യുദ്ധക്കളത്തിൽ, പ്രിയ മകൾ ഇവിടെ ആടി പാടി നടക്കുന്നു. എന്താണ് നോക്കി നിൽക്കുന്നത്? കേറി പോടി അകത്ത്. നീ എങ്ങു പോകുന്നു? നിൽക്കവിടെ. ശരി പഞ്ചേ, ഇന്നു മുതൽ നീ വേണം ഉദ്യാനം നനയ്ക്കാൻ. പഞ്ചേ, ഇവളുടെ ആഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റൂ. ഇപ്പഴാ തമ്പ്രാട്ടി ഒരു തമ്പ്രാട്ടിയായത്. എന്നാലും ഞാൻ ഇത് എങ്ങനെ സഹിക്കേണ്ട തമ്പ്രാട്ടിയെ? എങ്ങനെയുണ്ട് തമ്പ്രാട്ടി? കൊള്ളാം പഞ്ചേ. മഹാരാജൻ ചിന്തിക്കും, പുന്നാൻ മകൾ ഇവിടെ ഉല്ലാസിച്ച് നടക്കുക എന്ന്. മോളുടെ ഉല്ലാസം. തമ്പ്രാട്ടി, ഉദ്യാനം നനച്ചു കഴിഞ്ഞാൽ ഇവളോട് തൊഴുത്ത് വൃത്തിയാക്കാൻ പറയൂ. അത് ഞാൻ വിചാരിക്കുകയായിരുന്നു. നിനക്ക് വിശക്കുന്നുണ്ടോ? ഉണ്ട്. എങ്കിൽ നീ ഭക്ഷണം കഴിക്കണ്ട, പോയി തൊഴുത്ത് വൃത്തിയാക്ക. ശരി ഇളയമ്മേ. കണ്ടോ കണ്ടോ ഇവളുടെ ഒരു അഹങ്കാരം. തമ്പ്രാട്ടി എന്ന് വിളിയടി. നീ തമ്പ്രാട്ടി എന്ന് വിളിച്ചാൽ മതി. കുമാരി, കുമാരി, എന്താ സഖി? എന്റെ കുമാരി വല്ലാതെ ക്ഷീണിച്ചു പോയി. ഇങ്ങ് തരൂ, ഞാൻ തൊഴുത്ത് വൃത്തിയാക്കാം. വേണ്ട നീലാംബരി, പൊയ്ക്കൊള്ളൂ. ഇല്ല, ഞാൻ പോകില്ല. കുമാരിക്ക് ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ആരും കാണാതെ കഴിച്ചാട്ടെ. വേണ്ട, ഇളയമ്മ എങ്ങാനും കണ്ടാൽ നിന്നെയും ശിക്ഷിക്കും. ശിക്ഷിക്കട്ടെ. കുമാരിക്ക് ഭക്ഷണം തന്നിട്ട് ഞാൻ പോയിക്കോളാം. വരൂ കുമാരി, ഇവിടെ ഇരിക്കും, ഞാൻ വാരിത്തരാം. ശരി നീലാംബരി.
എന്താടി കാണിച്ചത്? ഇവരെ രണ്ടുപേരെയും കൽത്തുറങ്കിലടയ്ക്കൂ. തമ്പുരാട്ടി, മഹാരാജൻ ഉടൻ വരുമെന്ന് അറിയിപ്പെത്തിയിരിക്കുന്നു. പഞ്ചി, നമ്മളിനി എന്തു ചെയ്യും? എന്നോടാണോ ചോദിക്കുന്നത്? നീ തന്നെ ഇതിന് മറുപടി പറഞ്ഞു തരണം. കുമാരിയെ വിളിക്കട്ടെ തമ്പുരാട്ടി. കുമാരിയെ കൂട്ടിക്കൊണ്ടുവരൂ. എന്താ ഇളയമ്മേ? എന്റെ മോൾ വല്ലാതെ ക്ഷീണിച്ചു പോയി. ഈ അമ്മയോട് പൊറുക്കണം. എന്റെ മോളെ ഇനി ഒരിക്കലും വേദനിപ്പിക്കില്ല. പഞ്ചേ, മോളെ ഒരുക്കുവാനുള്ള സാമഗ്രികൾ കൊണ്ടുവരൂ. കൊണ്ടുവരാം. എന്നാലും എങ്ങനെ സഹിക്കും എന്റെ തമ്പുരാട്ടിയും കുമാരിയുടെ ഒരു യോഗം. തമ്പുരാട്ടിയുടെ മടിയിലേക്ക് കുമാരിയെ കിടത്തിയാട്ടെ. ഈ അമ്മ മോളെ അണിയിച്ചൊരുക്കാം. അതെ അതെ, മോളെ തമ്പുരാട്ടി തന്നെ അണിയിച്ചൊരുക്കണം. നീ എന്താ കരുതിയത്? നിന്നെ ഞാൻ സ്നേഹിക്കുമെന്നോ? ഒരിക്കലും. നിന്റെ കണ്ണ് നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് നിന്നെ സ്നേഹം കാണിച്ചത്. ആരെവിടെ? ഇവളെ ഘോരവനത്തിൽ കൊണ്ട് ഉപേക്ഷിക്കൂ. വന്യമൃഗങ്ങളും ഭക്ഷിച്ചുകൊള്ളും. കൊണ്ടുപോകൂ. ഇനി മഹാരാജൻ വന്നാലും കുഴപ്പമില്ലെന്ന തമ്പുരാട്ടി. അതേ പഞ്ചേ. നീ വിഷമിക്കണ്ട. നിന്റെ രണ്ട് കണ്ണുകൾക്കും കാഴ്ച കിട്ടിയിരിക്കുന്നു. ഒന്നുകൊണ്ടും വിഷമിക്കാതെ മോളുടെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയായിരിക്കുന്നു. അമ്മേ, എനിക്ക് എല്ലാം കാണാം. ഒന്ന് പോയതിനു ശേഷം മോൾ ആകെ പാടിയ ദുഃഖത്തിലായിരുന്നു. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും മോൾക്ക് ഒരു സന്തോഷവുമില്ല. കൂട്ടുകാരികളുമൊത്ത് ആരും പാടി നടക്കാൻ പറഞ്ഞു. എന്നിട്ടും മോൾക്ക് ഒരു സന്തോഷവുമില്ല. ഒടുവിൽ എന്താ പ്രിയമേ പറയുന്നത്? ഞാൻ പോയതിനു ശേഷം മോൾക്ക് ദുഃഖമോ? അതേ തിരുമനസ്. എന്നിട്ട് മോളെവിടെ? അത് മോളെ കാണുവാനില്ല. മോളെ ഉത്തര മഹാരാജൻ, അടിയന് ഒരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. എന്താണ്? അതിലും വലിയ സങ്കടത്തിലാണ് ഞാൻ. എന്റെ മോളെ കാണാനില്ല. അത് പറയുവാനാണ് ഞാൻ വന്നത്. കേൾക്കാൻ ദയുണ്ടാകണം. പറയൂ. അങ്ങയുടെ മോള് ഈ നിൽക്കുന്ന തമ്പുരാട്ടിയും തോഴയും കൂടി കൊട്ടാരത്തിലെ പണികളെല്ലാം ചെയ്യിച്ചു.
അതും പോരാഞ്ഞിട്ട് കുമാരിയുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് കോരവനത്തിൽ കൊണ്ടുപോയി കളയാൻ പറയും. കുമാരിയെ കളയാൻ എനിക്ക് മനസ്സ് വന്നില്ല. കുമാരി എൻ്റെ കൂടെയുണ്ട്. കുമാരി വരൂ. അച്ഛാ, ആരെവിടെ? ഇവിടെ തല മുണ്ടനം ചെയ്ത കൊട്ടാരത്തിലെ കഴുത്തറിൽ അടിക്കൂ. ഈ അമ്മയോട് ക്ഷമിക്ക്. ഈ നിൽക്കുന്ന തോഴിയാണ് എല്ലാ കുതന്ത്രങ്ങളും പറഞ്ഞു തന്നത്. അച്ഛനോട് പറ എന്നെ ശിക്ഷിക്കരുത് എന്ന്. മഹാരഥൻ, പാപ്പ്, എന്നോട് ക്ഷമിക്ക്. വേണ്ട അച്ഛാ, എന്നെയും തോഴിയും ശിക്ഷിക്കരുത്. എന്താ മോളി പറയുന്നത്? എന്തുമാത്രം വേദനകൾ ഇവൾ നിനക്ക് തന്നു? ക്ഷമിക്കാനോ? അതെ അച്ഛാ, ക്ഷമിക്കാം. ശരി, മോളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. നമ്മുടെ കുമാരിയുടെ അനുകമ്പയും സ്നേഹവും രാജ്യത്തിനും പ്രജകൾക്കും മാതൃകയാകട്ടെ. നമ്മുടെ രാജ്യം നന്മയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായിരിക്കും.